നമസ്തേ. അക്കൗണ്ടിംഗ് പ്രോസസ്സിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അക്കൗണ്ടിംഗ് സൈക്കിൾ എന്നാൽ റോ ട്രാൻസാക്ഷൻസിനെ മീനിങ് ഇൻസൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് അക്കൗണ്ടിംഗ് ആണ് എന്ന് പറയാറുണ്ട്. എന്നാൽ അതെന്താണ്? ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് റെക്കോർഡിങ് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്, സമ്മറൈസ് ചെയ്യുന്നത്, ഇങ്ങനെ ട്രാൻസാക്ഷൻസ് ഒക്കെ സമ്മറൈസ് ചെയ്തിട്ട് എക്കണോമിക് റിയാലിറ്റി എന്താണ് എന്ന് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സോ റെക്കോർഡ് ചെയ്യാന്ന് വെച്ചാൽ ഓരോ ട്രാൻസാക്ഷൻസും ക്യാപ്ചർ ചെയ്യുന്നതാണ്. ക്ലാസിഫൈ ചെയ്യാന്ന് വെച്ചാൽ ഈ ഡാറ്റ ഓർഗനൈസ് ചെയ്തിട്ട് മീനിങ് കാറ്റഗറീസ് ആയിട്ട് തിരിക്കുന്നതാണ്. സമ്മറൈസ് ചെയ്യാന്ന് വെച്ചാൽ റിപ്പോർട്ട്സ് ഫോർ ഡിസിഷൻ മേക്കേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഈവൻ സ്മോൾ പ്രോപ്പറേറ്റർഷിപ്സ് മുതൽ വലിയ വലിയ ഓർഗനൈസേഷൻസ് വരെ ഈ സ്റ്റെപ്സാണ് ഫോളോ ചെയ്യുന്നത്. ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്നത് വരെ ആക്യുറസി, കംപ്ലയൻസ് ആൻഡ് ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ് സാധ്യമാവുന്നുണ്ട്. ഇനി ഓരോ ട്രാൻസാക്ഷനും അതിൻ്റേതായ സോഴ്സ് ഡോക്യുമെൻ്റ് ഉണ്ടാവും. സോഴ്സ് ഡോക്യുമെൻ്റ് ഒരു എവിഡൻസ് ആണ്. ഈവൻ ഓഡിറ്റിന് ഒക്കെ യൂസ് ചെയ്യുന്ന എവിഡൻസ് ആണ് ഈ സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. അത് ഇൻവോയ്സസ് ആവാം, റെസീപ്റ്റ്സ് ആവാം, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ആവാം, പർച്ചേസ് ഓർഡേഴ്സ് ആവാം. ഓരോ ഡോക്യുമെൻറ്റും ക്രിറ്റിക്കൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാണ് ആ ട്രാൻസാക്ഷൻ നടന്നത്, പാർട്ടീസ് ആരൊക്കെയാണ്, എമൗണ്ട് എത്രയാണ്, എന്ത് തരത്തിലുള്ള ട്രാൻസാക്ഷൻ ആണ്, പർച്ചേസ് ആണോ, സെയിൽ ആണോ. ഈ ഒരു സ്റ്റെപ്പിൻ്റെ ബേസിസിലാണ് ഇത് വെരിഫൈ ചെയ്യുന്നതും ഓഡിറ്റ് റെഡിനെസ് എൻഷുർ ചെയ്യുന്നതും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജേർണൽ എന്താണ് എന്നാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ട്രാൻസാക്ഷൻസും ക്യാപ്ചർ ചെയ്യുന്നു. ഈ ക്യാപ്ചർ ചെയ്യുന്ന ഡോക്യുമെൻ്റ് ആണ് ജേർണൽ. ഇതിൻ്റെ വേറെ പേരാണ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ആണ്. ഇതിൽ ക്രോണോളജിക്കലി ആണ് എല്ലാ ഡാറ്റയും റെക്കോർഡ് ചെയ്യുന്നത്. ഓരോ ഡെബിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രെഡിറ്റ് ഉണ്ടാകും. സ്ക്രീനിൽ കാണുന്നത് പോലെ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ള രീതിയിലാണ് ജേർണലിൽ പാസ് ചെയ്യുന്നത്. അതിനൊരു ഡേറ്റ് ഉണ്ടാവും, ഒരു ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് അക്കൗണ്ട്സ് ഉണ്ടാവും, എമൗണ്ട് എഴുതിയിട്ടുണ്ടാവും, ഒരു നറേഷൻ ഉണ്ടാവും. നറേഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ഉദാഹരണത്തിന് ₹50,000 ഇസ് ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് നറേഷൻ വരിക. അങ്ങനെ ഓരോ എൻട്രിക്കും നറേഷനും കൊടുത്തിട്ടാണ് ജേർണലിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ലെഡ്ജറാണ്. ലെഡ്ജറിൽ എല്ലാ ഫൈനാൻഷ്യൽ ഡാറ്റയും കാറ്റഗറൈസ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതാണ്. എല്ലാ എൻട്രിയും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ക്യാഷ് അക്കൗണ്ട് ഉണ്ടാവും, സെയിൽസ് അക്കൗണ്ട് ഉണ്ടാവും, റെൻ്റ് അക്കൗണ്ട് ഉണ്ടാവും. ഇനി ട്രയൽ ബാലൻസ് ആണ്. ഡെബിറ്റ് ഈക്വൽ ക്രെഡിറ്റ് എന്ന് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അസറ്റ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, ഇൻകം, എക്സ്പെൻസസ് എന്നിങ്ങനെ 5 അക്കൗണ്ട്സ് ആണ് നമുക്കുള്ളത്. എല്ലാ അക്കൗണ്ടിൻ്റെയും ഫൈനൽ ബാലൻസ് ട്രയൽ ബാലൻസിൽ കൊണ്ടുപോയി വരും. അങ്ങനെ ഡെബിറ്റ് സൈഡും ഡെബിറ്റിലുള്ള എമൗണ്ടിൻ്റെ ടോട്ടലും ക്രെഡിറ്റിലുള്ള എമൗണ്ടിൻ്റെ ടോട്ടലും ഈക്വലായി വരുന്നുണ്ടെങ്കിൽ നമുക്ക് മാത്തമെറ്റിക്കൽ ആക്യുറസി എൻഷുർ ചെയ്യാൻ പറ്റും. ഇനി 2 കോളും മാച്ച് ആവുന്നില്ലെങ്കിൽ അക്കൗണ്ടൻറ്റ് എന്ത് ചെയ്യണം? ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് എന്താണ് എറർ എന്ന് നോക്കിയിട്ട് അത് റെക്ടിഫൈ ചെയ്യണം. ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് അടുത്ത സ്റ്റേജിലേക്ക് പോകാനുള്ള ഒരു ഗ്രീൻ സിഗ്നലാണ്. ഇനി അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ആണ് പാസ് ചെയ്യുന്നത്. അക്രൂവൽ ബേസിസിലാണ് നമ്മൾ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത്. റവന്യൂ ആൻഡ് എക്സ്പെൻസസ് റെക്കോർഡ് ചെയ്യുന്നത് വെൻ ഏൺഡ് ആൻഡ് ഇൻകേർഡ് ആണ്. അല്ലാതെ ക്യാഷ് കിട്ടിയിട്ടല്ല ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക, അല്ലെങ്കിൽ ക്യാഷ് കൊടുത്തിട്ടല്ല. പ്രീപെയ്ഡ് എക്സ്പെൻസസും അഡ്വാൻസ് റെസീപ്റ്റ്സും ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ്. പീരീഡ് എൻഡിൽ ഈ ഒരു പ്രിൻസിപ്പിളിന് അലൈൻമെൻറ്റിൽ കൊണ്ടുവരുന്നതാണ് അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എന്ന് പറയുന്നത്. അക്രൂഡ് എക്സ്പെൻസസിൻ്റെയും പ്രീപെയ്ഡ് എക്സ്പെൻസസിൻ്റെയും അൺഏൺഡ് റവന്യൂസിൻ്റെയും അക്രൂഡ് റവന്യൂസിൻ്റെയും ഒക്കെ എൻട്രി നമ്മൾ പാസ് ചെയ്യും. ഇനി അടുത്തത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ 2 ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് മെയിനായിട്ടുള്ളത്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ബാലൻസ് ഷീറ്റ്.
ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് നമ്മുടെ പ്രോഫിറ്റ്, അതായത് ടോട്ടൽ റവന്യൂ, ടോട്ടൽ എക്സ്പെൻസസും പ്രോഫിറ്റും ഒക്കെ കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ബാലൻസ് ഷീറ്റിൽ എന്താണ് നമ്മുടെ അസറ്റ്, ലയബിലിറ്റീസ്, ഇക്വിറ്റി ഒക്കെ കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. നമ്മുടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നോക്കിയാലാണ് കാണുക. ഇറ്റ് ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻ ഈസ് ദ ബിസിനസ് പ്രോഫിറ്റബിൾ. നമ്മുടെ ബിസിനസ് പ്രോഫിറ്റബിൾ ആണോ എന്നൊരു ചോദ്യം ഒരാൾക്കുണ്ടെങ്കിൽ ആ ഒരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കിയാൽ മതി, അതിലുണ്ടാവും അതിൻ്റെ ഉത്തരം. പിന്നെ ബാലൻസ് ഷീറ്റ് നമ്മുടെ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം, ഇന്ന തീയതി, ഓരോ ദിവസത്തെ തീയതിക്കാണ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുക. ഒരു വർഷം മുഴുവനുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുമ്പോൾ, അത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു വർഷം മുഴുവനുള്ള കാര്യത്തിൻ്റെ ഇൻകവും എക്സ്പെൻസും മൈനസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്നാൽ ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ അത് ഒരു ഡേറ്റിനാണ് പ്രിപ്പയർ ചെയ്യുക. ആ ഒരു ദിവസം എത്ര അസറ്റ് ഉണ്ട്, എത്ര ലയബിലിറ്റീസ് ഉണ്ട്, അവരുടെ ഇക്വിറ്റി ക്യാപിറ്റൽ എത്രയാണ് എന്നുള്ളതൊക്കെ കാണിക്കുന്നതാണ്. പിന്നെ നമുക്കറിയാം അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനെയും എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ്റെയും ഒരു ബെഡ് റോക്ക്, ഒരു സോളിഡ് മെയിൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതാണ്. ഇനി ക്ലോസിങ് എൻട്രീസ് ആണ് എന്താണെന്ന് നമുക്ക് നോക്കാം. ക്ലോസിങ് എൻട്രി എന്ന് വെച്ചാൽ അവസാനം എല്ലാ ലെഡ്ജർ അക്കൗണ്ടിലും ഉള്ളത് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അടുത്ത സൈക്കിളിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. എല്ലാം ക്ലോസ് ചെയ്യുന്ന എൻട്രീസ് ആണ് ക്ലോസിങ് എൻട്രി. റവന്യൂ അക്കൗണ്ട്സും എക്സ്പെൻസ് അക്കൗണ്ടും നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലെ ഇൻകം സമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ഡ്രോയിങ്സ് എല്ലാം ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ഇൻകം ഒക്കെ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ഡ്രോയിങ്സ് ഒക്കെ ക്യാപിറ്റലിൽ നിന്ന് റെഡ്യൂസ് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ക്ലോസിങ് എൻട്രി എന്ന് പറയുന്നത്. അത് അടുത്ത സൈക്കിളിലേക്കുള്ള പ്രിപ്പറേഷനാണ്. ന്യൂ ബിഗിനിങ്സ്, ഒരു ക്ലീൻ സ്ലേറ്റിൽ തുടങ്ങാനും പെർമനൻറ്റ് അക്കൗണ്ട്സ് ലൈക്ക് അസറ്റ് ആൻഡ് ലയബിലിറ്റി ക്യാരി ഫോർവേഡ് ദ ബാലൻസസ് അൺഇൻറ്ററപ്റ്റഡ്. ബാലൻസ് ഒക്കെ, അതായത് അസറ്റ് അക്കൗണ്ട്, ലയബിലിറ്റീസ് അക്കൗണ്ടൊക്കെ എന്താണ് ഇതാ, അസറ്റ് അക്കൗണ്ട്, ലയബിലിറ്റീസ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ഒക്കെ കഴിഞ്ഞ കൊല്ലത്തെ ബാലൻസ് ഈ കൊല്ലത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് വരും. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻസസ് ഫുള്ളി ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുക. അതൊക്കെ അങ്ങനെ തന്നെ നടക്കുന്നുണ്ടെന്നൊക്കെ എൻഷുർ ചെയ്യുന്നതാണ് ക്ലോസിങ് എൻട്രീസ് എന്ന് പറയുന്നത്. ഇനിയാണ് മെയിൻ കാര്യം വരാൻ പോകുന്നത്. ഇപ്പോൾ ഹാഫ് സ്റ്റോറി ആയിട്ടേ ഉള്ളൂ. ട്രൂ അക്കൗണ്ടിങ് മാസ്റ്ററി അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷനിലാണ് വരുന്നത്. അതിൽ ലിക്വിഡിറ്റി, പ്രോഫിറ്റബിലിറ്റി, സോൾവൻസി റേഷ്യോസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഫൈനാൻഷ്യൽ ഡാറ്റയെ ഇൻ്റർപ്രറ്റ് ചെയ്യാം, അനലൈസ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്യണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന റേഷ്യോസ് ആണ് ലിക്വിഡിറ്റി റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആൻഡ് സോൾവൻസി റേഷ്യോ എന്നൊക്കെ പറയുന്നത്. ഈ ഒരു റേഷ്യോകളൊക്കെ ഉപയോഗിച്ച് ആ ഒരു ഡാറ്റേനെ ആക്ഷനബിൾ ഇൻസൈറ്റ് ആക്കി, യൂസ്ഫുൾ ഇൻഫർമേഷൻ ആക്കി മാറ്റുന്നുണ്ട്. സോ കമ്പയർ ചെയ്യുക, ഇൻഡസ്ട്രി ആൻഡ് ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് ആയിട്ട് കമ്പയർ ചെയ്യുക, ഇൻ്റർപ്രറ്റ് ചെയ്യുക. റേഷ്യോ അനാലിസിസ് റിവീൽസ് ലിക്വിഡിറ്റി, പ്രോഫിറ്റബിലിറ്റി ട്രെൻഡ്സ് ഒക്കെ മനസ്സിലാക്കാൻ, എന്നിട്ട് മാനേജ്മെൻറ്റ് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കുക. സോ അക്കൗണ്ടിങ് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു സാധാരണ കംപ്ലയൻസ് റുട്ടീൻ അല്ല. ഈ ബിസിനസ് എങ്ങനെ ഏത് ഡയറക്ഷനിലേക്ക് പോവും എന്ന് കാണിച്ചു തരുന്ന ഒരു കോമ്പസ് ആണ്. സോ താങ്ക് യു ഫോർ ലിസണിങ്.